നാട്ടിൻ പ്രദേശങ്ങളിലും നഗരത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചർച്ചാ വിഷയം മോഹൻലാലിന്റെ പുതിയതായി ഇറങ്ങാൻ പോകുന്ന ചിത്രമായ എമ്പുരാന്റെ വിശേഷങ്ങൾ തന്നെയാണ്. 27 റിലീസാവുന്ന സിനിമയ്ക്കായി നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം മുൻകൂർ ബുക്കിംഗ് ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നായി എമ്പുരാൻ മാറുകയും ചെയ്യുന്നു. ഒരുപിടി റെക്കോർഡുകളാണ് റിലീസിന് മുമ്പ് തന്നെ തകർത്തിരിക്കുന്നത്. പലയിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി നൽകി കുട്ടികൾക്ക് ചിത്രം കാണാനുള്ള അവസരം നൽകുന്നു. സ്ഥാപനങ്ങൾ, ഈ വ്യവസായ സ്ഥാപനങ്ങൾ അടക്കമുള്ള മറ്റു കമ്പനികളൊക്കെ പലരും കൂട്ടമായി അവധി നൽകി ജീവനക്കാർ ഒന്നടങ്കം സിനിമ കാണാനായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കോഴിക്കോട്ടെ അത്തരം ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. തോമസ് അസോസിയേറ്റ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം അന്ന് പൂർണ്ണമായി അവധി നൽകി ജീവനക്കാർക്ക് ടിക്കറ്റും എടുത്തു നൽകിയിരിക്കുകയാണ്. അവർ ഒന്നിച്ച് ചിത്രം കാണാനുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്തായാലും ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ ശ്രീ തോമസ് നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാണാനുള്ള? ലാലേട്ടന്റെ കട്ട ഫാനാണ് ഞങ്ങളെല്ലാം, തോമസ് അസോസിയേറ്റ് എല്ലാ സ്റ്റാഫുകളും. അപ്പൊ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ അന്ന് 27-ാം തീയതി സ്റ്റാഫിനൊക്കെ ലീവ് കൊടുത്തിട്ട് എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഷോക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ എമ്പുരാൻ ഇത് ഗ്ലോബലൈസ് ചെയ്യാനുള്ളൂ, വേൾഡിൽ മൊത്തം ഇത് ചെയ്യാവുകൊണ്ട് അത് ഒരു 1000 കോടി ക്ലബിലേക്ക് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നലെ തന്നെ 61 കോടി കടന്നിരുന്നു. ഇനി ഇന്നും വരുന്നുണ്ട്. 4 സ്റ്റേറ്റിന്റെ ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഇന്ത്യ കണ്ട സിനിമയിൽ ബാഹുബലിയെക്കാട്ടും മറികടക്കുമെന്നും 1000 കോടി ക്ലബിൽ എത്തുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോവുകയാണ്. ഇതിപ്പോ ഓരോ ദിവസവും ഈ കളക്ഷനൊക്കെ നോക്കി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് 100 കോടിയാവുമോ 500 കോടിയാവുമോ എന്നൊക്കെ. ഇതിപ്പോ കണക്കൊക്കെ എന്താണ് അങ്ങനെ ഒരു കൗതുകം വരുന്നുണ്ടോ? ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഉണ്ടാണോ? ഈ സിനിമയിൽ ഞങ്ങൾക്ക് അത്രയധികം പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ലൂസിഫറിൽ മോഹൻലാൽ 10-13 വർഷം, ലാൽ സാർ 13 വർഷം എവിടെ പോയി എന്ന് കാണുന്നില്ല. ആ 13 വർഷം എവിടെയായിരിക്കുമെന്ന് ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ വിശേഷം. അതിന്റെ കഥ പറയുന്നതാണ് ഞങ്ങൾക്ക് ഓർമ്മയായി വരുന്നത്. ഇതിപ്പം ഈ സിനിമ മാത്രമല്ല, ഒരു ബിസിനസ് അംശം കൂടെ ഉണ്ട് ഇതിനകത്തല്ലേ? കേരളത്തിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യുന്നു. യെസ് ഇത് ഒരു കേരളത്തിന്റെയും ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും കേരളത്തിന്റെയും കൂടെ വിജയമാണ്. മലയാള സിനിമയുടെ ഒരു വിജയം കൂടിയായിരിക്കും ഇത് 1000 കോടി ക്ലബിൽ എത്തുമ്പോൾ. ഇതാണ് ടിക്കറ്റ്. ഈ ടിക്കറ്റൊക്കെ നിലവിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ആ ഷോയ്ക്ക് തന്നെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഇവർ നിൽക്കുന്നത്. നമുക്കൊപ്പം ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ കൂടിയുണ്ട്. മുതലാളി വലിയ കാരുണ്യവാനാണല്ലേ? ഈ നിങ്ങളെ അന്ന് പൂർണ്ണമായിട്ട് അവധി തന്നിരിക്കുകയാണ്. അതെ അതെ. എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് സിനിമ കാണുന്നത് എങ്ങനെയാണ്? വളരെ നല്ലൊരു മികച്ച കാര്യമാണ് സാർ ചെയ്തേക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന പോലെ പോകണം. അതെ അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. വളരെയധികം ഹാപ്പിയാണ്. നിങ്ങളുടെ യൂണിഫോം തന്നെ കറുപ്പാ. ഈ കറുപ്പിട്ട് പറഞ്ഞോന്ന് ആരുടെ പറഞ്ഞേക്കുന്നത്? അതെ അതെ അതെ. നമ്മള് ശരിക്കും ഒരു തോമസ് അസോസിയേറ്റ്സിന്റെ ടീമാണ് അന്ന് പടത്തിന് പോകുന്നത്. സാധാരണ ബാക്കിയുള്ളവർക്ക് ലീവ് എടുക്കാൻ വയറുവേദന, തലവേദന എന്നൊക്കെ അന്ന് കാരണങ്ങൾ വരേണ്ടിയിരിക്കും. പക്ഷെ നമ്മുടെ സാറ് നമുക്ക് വേണ്ടിയിട്ട് അന്ന് ഫുൾ ഡേ ലീവും തന്നിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുക. നേരത്തെ ഇങ്ങനെ തലവേദന വയറുവേദന കൊണ്ട് പോയിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, സാറ് നമുക്ക് ഫ്രീഡം അത്രയും തന്നിട്ടുണ്ട്. സാർ തന്നെയാണ് ഫുൾ ടിക്കറ്റ് നമുക്ക് പോവാന്നിറങ്ങി. സാറാണ് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നത്, പോവാന്നിറങ്ങി വന്നത്. മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണോ? ചോദിക്കാനുണ്ടോ? കേരളത്തിൽ ആരാണ് മോഹൻലാലിനെ ഇഷ്ടമില്ലാത്തത്? എല്ലാ പടങ്ങളും ആദ്യ ദിവസം തന്നെ കാണുമായിരുന്നു? ഇല്ല, മിക്കവാറും പടങ്ങൾ കാണാൻ കഴിയുന്നത് കാണുമെന്നുള്ളൂ. എല്ലാ പടവും ഫസ്റ്റ് ഷോ കാണാറില്ല. ഈ ലൂസിഫറിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടോ ഇപ്പോഴും? ലൂസിഫർ വിട്ടു മാറിയിട്ടില്ല തന്നെ പറയാം. എമ്പുരാൻ എന്തായാലും തകർത്താടും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈ ലൂസിഫർ തീരുമ്പോ ഒരു പോക്കുണ്ട് അല്ലേ? ആ പോക്ക് എങ്ങോട്ടാണെന്ന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. കണ്ടറിയണം. എങ്ങനെ തോന്നുന്നു? നിങ്ങളൊക്കെ ഇപ്പൊ കറുപ്പൊക്കെ അണിഞ്ഞ് നിൽക്കുകയാണ്. നാളെ ഇപ്പൊ തിയേറ്ററുകൾ മൊത്തം കറുപ്പാവും. പണ്ട് ഓഡിയൻ ഇറങ്ങിയപ്പം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് അതിനൊരു ആൾക്കാർ തകർത്തു. ആ ഹർത്താൽ പരാജയപ്പെട്ടു കേരളത്തിൽ, അല്ലേ? അപ്പോഴാണ് അല്ല, ഈ പ്രാവശ്യം എന്തായാലും ഈ പടം ഒരു 500 കോറിന്റെ അബോവ് വരുന്ന നമുക്ക് കൺഫേം ആണ്. നമ്മളെല്ലാരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ഈ പടത്തിന് ഇപ്പൊ കുറെ വർഷമായിട്ട് നമ്മൾ ലൂസിഫർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പൃഥ്വിരാജിന്റെ ഈ ഡയറക്ഷനും അതേപോലെ സാറും നമ്മളൊക്കെ വേണ്ടി എല്ലാ സപ്പോർട്ടും തന്ന്. എന്താണ് ഈ എമ്പുരാന് വേണ്ടി ഇത്ര കാത്തിരിക്കാനുള്ള കാരണം? ലൈക്ക് അതിന്റെ കഥ തന്നെയാണ് മെയിൻ. കാരണം ഇപ്പൊ നമ്മളെ ഡ്രഗ്സും ഇതൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പം അതിന്റെയൊക്കെ എതിരായിട്ട് നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ഫിലിമും കൂടിയാണ്. ആക്ഷനും ഫൈറ്റും എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ മെസ്സേജും നമുക്ക് ഒരു മെയിൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക്സ്. അതെ, നാർക്കോട്ടിക്സ് ഡെഡി ബിസിനസ് നേരത്തെയും കേട്ടിട്ടുണ്ട്. അതിനു മുന്നേ നമ്മള് മോഹൻലാലിന്റെ ആഗ്രഹിലിയാസ് ഇതിലും കേട്ടിട്ടുണ്ട്. അതൊരു ആവേശമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ നടന്നു വരികയാണ്.
ഈ ചെറുപ്പക്കാർ ഈ സിനിമയിലോട്ട് മെസ്സേജ് ആയിട്ടാണ് നമ്മളെ കമ്പനിയും ഇപ്പൊ സാർ എപ്പോഴും നമ്മൾക്ക് അതിനൊക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അതിനുള്ള ഒരു സപ്പോർട്ടും കൂടെ ആയിട്ട്. നിങ്ങൾ മോഹൻലാൽ ഫാനാണോ? അതെ നമ്മളെല്ലാരും കട്ട മോഹൻലാൽ ഫാൻസ്. നമ്മളെല്ലാം ലൂസിഫർ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ FTF പോയിട്ടുണ്ട്. അന്ന് ഇത്ര ബിൽഡപ്പ് ഇല്ലായിരുന്നു അല്ലെ? അതെ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുലിമുരുകിന് ശേഷം അടിപൊളിയായിട്ട്. പിന്നെ ഇതും കൂടെ ആകുമ്പോ ഇതെന്തായാലും നമുക്ക് കൺഫേം ആണല്ലോ. പൃഥ്വിരാജും മോഹൻലാലും എല്ലാരും. ഇത് റിലീസ് ആവുന്ന ദിവസം തന്നെ മോഹൻലാലിന്റെ പടങ്ങൾ കാണാറുണ്ട്? അതെ നമ്മളെല്ലാം ഫസ്റ്റ് ഷോ പോകാറുണ്ട്. അപ്പോൾ എല്ലാ തവണ അവധിയൊക്കെ കിട്ടുമായിരുന്നോ ഈ ആദ്യ ദിവസം തന്നെ? അതെ സാറ് നമുക്ക് എല്ലാ അവധിയും തരാറുണ്ട് ഫസ്റ്റ് ഡേ. സാർ ഒരു സിനിമാ ഭ്രാന്തനാണ്. സാറ് ഒരു സിനിമാ ഭ്രാന്തനാണ്. മോഹൻലാൽ ഭ്രാന്തനും കൂടെ. അതെ മോഹൻലാൽ ഭ്രാന്തനും കൂടെയാണ്. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന അതും ഫസ്റ്റ് ഡേ തന്നെ. അതിന് സാറിന് ഒരു താങ്ക്സ് ഞാൻ പറയായിരുന്നു. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പോകും, മറ്റുള്ളവർ പണിയെടുക്കും. അത് വൈശാഖ് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും വയറുവേന തലവേന പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയായിരുന്നു. ഇതിപ്പോ നമുക്ക് സാർ എടുത്തു തന്നുകൊണ്ട് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഒരുമിച്ച് പോവാം. എന്താണ് ഈ എമ്പുരാൻ കാണാനുള്ള ഒരു മനസ്സിൽ ഒരു ആഗ്രഹം കുറച്ച് ദിവസമായി തന്നെ ഉണ്ടായിരിക്കും. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം? ഇപ്പൊ നമ്മള് ഓൾറെഡി നമ്മളെ ഇതിന്റെ മുന്നത്തെ സിനിമ കണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഒരു സസ്പെൻസ് ഉണ്ട്, മോഹൻലാൽ എവിടെയാണ് പോയത് എന്നുള്ള. കുറെ കൊല്ലങ്ങൾ കാണുന്നില്ല. അപ്പൊ അത് ഈ സിനിമയിൽ കാണിക്കും ഉള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പത്തെ ആള് പറഞ്ഞ പോലെ തന്നെ ഡ്രഗിന്റെ അബ്യൂസ് കുറെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എതിരായിട്ടൊരു മെസ്സേജ് തരുന്ന രീതിയിലാണ് പടം വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറെ പഞ്ച് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തല്ലേ? പിന്നെ മുണ്ടൊക്കെ എടുത്ത് ഭയങ്കര. അതെ ഇപ്പൊ മുണ്ട് കൊടുത്ത ഇപ്പൊ ഫുൾ മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഒരു മേക്ക് ഓവറിലാണ് മോഹൻലാലിനെ കാണുന്നത് ആ ട്രെയിലറിലൊക്കെ. ഇഷ്ടപ്പെട്ടു എന്നാണോ പറയുന്നത്? ഹെലികോപ്റ്ററൊക്കെ പിന്നെ ഹെലികോപ്റ്റർ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. എന്നാലും ഒരു നമ്മുടെ സ്കെയില് മാറുന്നില്ല. ഈ KGF പോലെ ബാഹുബലിയൊക്കെ പോലെ ആളുകൾ കേരളത്തിന് പുറത്തും കാത്തിരിക്കുകയാണ് ഈ പടം ഇറങ്ങാൻ. അതൊരു വലിയ നേട്ടമല്ലേ? അതെ നമ്മൾ മലയാള സിനിമേനെ അത്രയ്ക്കും എടുത്ത് കാണിക്കുകയാണല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹോളിവുഡിൽ ലൈക്ക് ന്യൂയോർക്കില് സ്ട്രീറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊമോഷന്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? അതെ ഈ ആവേശം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ സോഷ്യൽ മീഡിയയുടെ ആ ഒരു പ്രസൻസോട് കൂടി നമ്മളും വളരെ എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോ റിലീസിന്റെ ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ബെസ്റ്റ് തിങ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡം, അതേപോലെ തന്നെ ഒരു വർക്ക് കൾച്ചർ ആക്ച്വലി വേറൊരു കമ്പനിയിലും കിട്ടില്ല. അത്രക്കും എൻജോയ്മെന്റ് നമുക്ക് നമ്മളെ ചെയർമാൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 100% നമുക്ക് തരുന്ന ഫ്രീഡത്തിനോട് നമ്മൾ കൂറുപുറത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴതിന് സാറിനോട് ഒരു ബിഗ് താങ്ക്സ് പ്രത്യേകം പറയേണ്ടതുണ്ട്. അവധിയെടുത്ത് പോകണ്ട, അവധിയെടുത്ത് പോകേണ്ട ആവശ്യം. എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാം, എന്നിട്ട് വന്ന് കഥ പറയാം അല്ലെ? പോയിട്ട് വന്ന് ഒറ്റക്കെട്ടിക്ക് കാണുന്നവർ ഇവിടെ ഒന്ന് കഥ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ വെച്ചാല് വേറൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാല് ഉണ്ടാവാം. ബട്ട് നമ്മളിപ്പോ ഒരു എംപ്ലോയി ഒരു ചെയർമാൻ എന്നുള്ള രീതിയിലൊരു ഡിഫറൻസ് കാണിക്കും. ബട്ട് നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഒരു വൺ ടീം എന്നുള്ള രീതിയിലാണ് ടുഗദർ എവരി വൺ അച്ചീവ് മോർ രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യത്തിലും എന്തും ചെയ്യാറുള്ളത്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ചെയർമാൻ എല്ലാ പടത്തിനും ടിക്കറ്റ് എടുത്ത് തരണം. ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ചെയർമാന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ മാക്സിമം ഹാപ്പി ആക്കുക എന്നുള്ളതാണ് സ്റ്റാഫുകളെ എല്ലാം കൊണ്ടും. ഇപ്പൊ ഈ ന്യൂ ഇയറിനായിട്ട് നമ്മൾ അടുത്ത് ബോച്ചെ 1000 ഏക്കർ പോയിരുന്നു. അവിടെ നല്ല ഹാപ്പി ആയി കഴിഞ്ഞിട്ട് പോകുന്നത്. പിന്നെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സാറ്റിസ്ഫൈഡ്. നിങ്ങൾ മോഹൻലാൽ ഫാനാണോ? ഞാന് മോഹൻലാൽ മമ്മൂക്കനോടാണ് കുറച്ചുകൂടി താല്പര്യം. രണ്ടു വന്ന് മമ്മൂക്കയ്ക്ക് വേണ്ടി വഴിപാട് കഴിച്ചു മോഹൻലാൽ ശബരിമല പോയപ്പോ. അതെ അത് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം ഇതാണല്ലോ, ബോൾഡാണല്ലോ. മമ്മൂക്കനോടാണ് കുറച്ചുകൂടി ഒരു മാതൃകയാണ്. അതെ മമ്മൂക്ക എല്ലാം കൊണ്ടും സൊസൈറ്റിക്ക് എത്രത്തോളം ചാരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ. ഒരു ആശങ്ക ഉണ്ടായിരുന്നോ മമ്മൂക്കയ്ക്ക് ചില അസുഖം പറയുമ്പോൾ നിങ്ങൾക്കും ടെൻഷൻ? ടെൻഷൻ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അദ്ദേഹം ചാരിറ്റി ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. എന്തായാലും ഇതാണ് ഈ സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും സിനിമ കാണാൻ പോകണമെങ്കിൽ 1-2 പേർ വയറുവേദന തലവേദനയൊക്കെ പറഞ്ഞു പോകേണ്ടി വരും. പക്ഷേ ഈ സ്ഥാപനത്തിന് ഒന്നടങ്കം അവധി നൽകിയിരിക്കുകയാണ്. അവർ ഈ ആന്റണി പെരുമ്പാവൂരൊക്കെ ആഹ്വാനം ചെയ്തതുപോലെ കരപ്പണിഞ്ഞ് നാളെ 27-ന് തിയേറ്ററുകളിൽ എത്താനുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഒപ്പം മോഹൻലാലിന്റെ കട്ട ആരാധകരായ ഫാൻസാണ്. ഇത് കേവലം ഇവിടുത്തെ കാര്യം മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തുമൊക്കെയുള്ള വിവിധ ഇടങ്ങളിൽ നിന്നായാണ് നൂറുകണക്കിന് ആളുകൾ ഇതുപോലെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് സ്ഥാപനങ്ങൾക്ക് അവധി നൽകി, പഠനത്തിനൊക്കെ അവധി നൽകി കാത്തിരിക്കുന്നത്. എന്തായാലും തിയേറ്ററുകളിൽ ഒരു വലിയ വിജയമായി എമ്പുരാൻ മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരൊക്കെ.